जय जय गुरुदेव. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓൺലൈൻ ആയിട്ടിരിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. താങ്ക് യു ബ്രോ. ഹരേ കൃഷ്ണ. സ്റ്റാർട്ട് ചെയ്യാം. ചെയ്യാനുള്ളത് എല്ലാവരും പ്രഭുപാദ് പറഞ്ഞ കാര്യം, മഹാരാജ് പറഞ്ഞ കാര്യം. ഇന്ന് ഭാഗവത്തിൽ നോക്കാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ കാൻഡം, ഒന്നാം കാണ്ഡം, ഒന്നാമത്തെ ചാപ്റ്റർ, ആദ്യത്തെ അധ്യായം. അതില് 13, 14 പ്രഭു തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേറിലിരിക്കാൻ കുഴപ്പമില്ല. നമുക്ക് കുറച്ച് പുതിയ ഡിവോട്ടീസറും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ? ആദ്യം ഫസ്റ്റ് ടൈമാണ് വന്നിട്ടുണ്ട്. പ്രഭുവിനെ കണ്ടിട്ടുണ്ട് ഞാൻ. പ്രഭു ആദ്യമായിട്ടാണ്. സ്ഥലം എവിടെയാണ് പ്രഭു? ചേർമനായിട്ട്. പ്രഭു ഡെയിലി ഇതുപോലെ ഭാഗവതം ക്ലാസ് ഉണ്ട്. രാധാ നിർമ്മാണ സത്സംഗത്തിൽ ഭഗവാന്റെ ഇവിടെ അമ്പലത്തിൽ ഭഗവാന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ എല്ലാ ദിവസവും 8 to 8:45 സമയം. അപ്പം കഴിവതും ഇപ്പം ഇവിടെ വരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ടുണ്ട്. പ്രഭുവിന്റെ ഡീറ്റെയിൽസ് വാങ്ങിച്ചാൽ മതി, ലിങ്ക് ഉണ്ടാവും. അത് ഉറപ്പായിട്ട് കയറാൻ നോക്കാം. ഡെയിലി ഭാഗവതം ലൈഫിൽ നല്ലൊരു ചേഞ്ച് ആയിരിക്കും. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 13, 14 ഒന്നാമത്തെ കാൻഡോ. 13ാമത്തെ കാൻഡോ, ഒന്നാമത്തെ അധ്യായം. 13, 14 വളരെ അർത്ഥവത്തായിട്ടുള്ള ശ്ലോകങ്ങളാണ്. നമുക്ക് 45 മിനിറ്റ് ഉള്ളത് ഒരിക്കലും കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഡെയിലി പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കൊരു ഒന്ന് ട്രൈ ചെയ്യാം എല്ലാവർക്കും കൂടെ. ഭാഗവതം ഭഗവത്ഗീത പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഒരു വീട്ടിനകത്ത് കയറണം. കീ ഉണ്ടല്ലോ, ഡോർ തുറന്നത് കയറണം. അതുപോലെ ഒരു കീ ആണ് ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് 3 തവണ ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് മനസ്സിലാവും. ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം യത്കൃപാം വന്ദേ ശ്രീചൈതന്യമീശ്വരം യത്കൃപാം വന്ദേ പരമാനന്ദമാധവം. ഞാൻ വായിക്കാം, എല്ലാവരും കേട്ടിരിക്കുക. ശ്ലോകം അധ്യായം 1, 13ാമത്തെ ശ്ലോകമാണ്. തൻഹ ശുശ്രൂഷമാണാനാമർഹസ്യാജ്ഞാനുവർണ്ണിതും യസ്യാവതരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. തൻഹ ശുശ്രൂഷമാണാനാമർഹസ്യാജ്ഞാനുവർണ്ണിതും യസ്യാവതരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. വേർഡ് ബൈ മീനിങ് ഞാൻ വായിക്കാം. തദ് നഹ നമുക്ക്, ശുശ്രൂഷമാണാന പ്രയത്നിക്കുന്നവർ, അർഹസി അർഹിക്കുന്നു,
അംഗ അല്ലയോ അനുവർണിതും പൂർവാചാര്യന്മാരിലൂടെ പൂർവ ആചാര്യന്മാരുടെ കാലടികളെ പിന്തുടർന്ന് വിശദമാക്കുക. യസ്യ ആരുടെ അവതാരങ്ങൾ ഭൂതാനാം ജീവാത്മാക്കൾ ഭവായ ഉത്തമമാക്കാൻ ച വിവർത്തനം ട്രാൻസ്ലേഷൻ ഞാൻ ഓ സൂത ഗോസ്വാമി, പരമദിവ്യോത്തമ പുരുഷനെയും അദ്ദേഹത്തിന്റെ അവതാരങ്ങളെയും കുറിച്ചറിയാൻ ഞങ്ങൾ ആകാംക്ഷാഭരിതരാണ്. ശ്രവണ കീർത്തനത്താൽ ഒരാളെ ഉത്തമമാക്കുന്ന പൂർവാചാര്യന്മാർ പകർന്നു തന്ന ആ നിർദ്ദേശങ്ങളെ സുവ്യക്തവും സവിസ്തരവുമായി ഞങ്ങൾക്ക് ദയവായി വിശദീകരിച്ചു തന്നാലും. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ. നിരപേക്ഷ സത്യത്തിന്റെ അതീന്ദ്രിയ സന്ദേശ ശ്രവണ വ്യവസ്ഥകളെ ഇതിൽ പ്രതിപാദിക്കുന്നു. ശ്രോതാവ് പൂർണ്ണ ആത്മാർത്ഥതയും ശ്രവണ വ്യഗ്രതയും ഉള്ളവനാകണം. മാത്രവുമല്ല, നിശ്ചയമായും ഗുരുശിഷ്യ പരമ്പരയിൽ ഉൾപ്പെടുന്ന ഉത്തമ വിശ്വാസയോഗ്യനായ ആചാര്യനായിരിക്കണം എന്നതാണ് ഏക വ്യവസ്ഥ. ഭൗതിക കാര്യങ്ങളിൽ നിമഗ്നനായവർക്ക് നിരപേക്ഷ സത്യത്തിന്റെ അതീന്ദ്രിയ സന്ദേശം മനസ്സിലാക്കുക സാധ്യമല്ല. ഉത്തമ വിശ്വാസയോഗ്യനായ ആത്മീയാചാര്യന്റെ നിർദ്ദേശാനുസരണം ക്രമേണ പരിശുദ്ധനാകണം. ആകയാൽ നിശ്ചയമായും ഗുരുശിഷ്യ ശ്രേണിയിൽ ഉൾപ്പെടേണ്ടതും സവിനയ ശ്രവണമെന്ന ആത്മീയ കഥ അഭ്യസിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ശ്രീല സൂത ഗോസ്വാമി വ്യാസദേവ പരമ്പരയിൽ ഉൾപ്പെടുന്നവനും നൈമിഷാരണ്യത്തിലെ ശ്രേഷ്ഠ ഋഷിമാരെല്ലാം തന്നെ സദാത്മാക്കളും പരമസത്യത്തെ അഭ്യസിക്കാൻ ഉത്സുകരും ആകയാൽ സൂത ഗോസ്വാമിയും നൈമിഷാരണ്യത്തിലെ സമസ്ത ഋഷിമാരും ഈ വ്യവസ്ഥകളെ സബലീകരിക്കുന്നു. ഈ ആവശ്യകതകളൊക്കെ പൂർണ്ണമായും സബലീകരിക്കുന്ന ഒരാൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അതിമാനുഷിക കർമ്മങ്ങളും അവതാരങ്ങളും ജന്മവും ആവിർഭാവവും തിരോധാനവും നാമരൂപലീലകളുമൊക്കെ ഉൾപ്പെടുന്ന അഖില അതീന്ദ്രിയ വിഷയങ്ങളും അനായാസേന മനസ്സിലാക്കാൻ സാധ്യമാകുന്നു. അത്തരം പ്രതിപാദനങ്ങൾ ആത്മസാക്ഷാത്കാരത്തിലുള്ള സർവജനങ്ങളെയും പിന്തുണയ്ക്കുന്നു. ശിലപ്രഭുപാദ് കി ജയ്. നമുക്കിനി രണ്ടാമത്തെ ശ്ലോകം കൂടെ വായിക്കാം, അതിനുശേഷം ഓരോന്നോരോന്നെ ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ശ്ലോകം മഹാരാജന്റെ ഫേവറേറ്റ് 108 ശ്ലോകങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകം. ആപന്നഃ സംസൃതിം ഘോരം യന്നാമാ വിവശോ ഗൃണൻ തതഃ സാധ്യോ വിമുച്ഛേദ യദ്വേദി സ്വയം ഭയം. ആപന്നഃ സംസൃതിം ഘോരം യന്നാമാ വിവശോ ഗൃണൻ തതഃ സാധ്യോ വിമുച്ഛേദ യദ്വേദി സ്വയം ഭയം. ആപന്നഃ കുരുക്കിൽ അകപ്പെടുക, സംസ്കൃതി ജനിമൃതി ആവർത്തന ചക്രമാകുന്ന, ഘോരമായ എന്ത്, നാമ പരമനാമം, വിവശോ ബോധപൂർവമല്ലാത്ത, ഗൃണൻ ജപിക്കുക, തതഃ അതിൽ നിന്നും, സദ്യ തൽക്ഷണം, വിമുച്ഛേദ സ്വതന്ത്രമാക്കപ്പെടുന്നു, യത് ഏത്, വിഭേദി ഭയങ്ങളിൽ, സ്വയം സ്വമേധയാ ഭയം സ്വയം ഭയം തന്നെ. വിവർത്തനം ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ. സ്വയം വ്യക്തി സ്വരൂപം പൂണ്ട ഭയം കൊടും ഭീതിയോടെ ചിന്തിക്കുന്ന കൃഷ്ണന്റെ പവിത്രനാമം ബോധപൂർവമല്ലാതെ ജപിക്കുക കൂടി ജനിമൃതി ആവർത്തന ചക്രമാകുന്ന ഘോര പ്രതിബന്ധങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ജീവാത്മാക്കൾ തൽക്ഷണം സ്വതന്ത്രരാക്കപ്പെടുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ. സർവ്വതിന്റെയും പരമനിയന്താവ് പരമോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ അഥവാ വാസുദേവനാകുന്നു. സർവശക്തനായ പരമദിവ്യോത്ത പുരുഷന്റെ ക്രോധത്തെ ഭയപ്പെടാത്തതായി യാതൊരു സൃഷ്ടിയുമില്ല. പ്രബല അസുരന്മാര്, രാവണൻ, ഹിരണ്യകശിപു, കംസൻ തുടങ്ങി നിരവധി അതിശക്തരായ രാക്ഷസന്മാർ പരമദിവ്യോത്തമ പുരുഷനാൽ വധിക്കപ്പെട്ടു. പരമദിവ്യോത്തമ പുരുഷന്റെ
സ്വശക്തി. ഭഗവത് നാമത്തിൽ സർവശക്തനായ വാസുദേവൻ ഭഗവാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. സർവരും ഭഗവാനുമായി സംബന്ധപ്പെട്ടവരും ഭഗവാനുമായി താതാത്മ്യമുള്ളവരുമാകുന്നു. ഭയസ്വരൂപം പോലും കൃഷ്ണനാമത്തെ അത്യധികം ഭയപ്പെടുന്നുവെന്ന് ഈ ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. കൃഷ്ണനാമം കൃഷ്ണനിൽ നിന്നും അഭിന്നമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. കൃഷ്ണനാമം സ്വയം കൃഷ്ണന്റെ ഭഗവാന്റെ അത്ര അതിശക്തമാണ്. ആകയാൽ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു ഭേദവുമില്ല തന്നെ. മഹാവിപത്തുക്കളുടെ നടുക്കയത്തിലകപ്പെട്ട ഏതൊരാൾക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമങ്ങളുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ബോധപൂർവമല്ലാതെയോ സാഹചര്യ സമ്മർദ്ദം മൂലമോ കൃഷ്ണന്റെ അതീന്ദ്രിയ നാമം ജപിച്ചാൽ പോലും ജനിമൃതി നിർഭരമായ ആവർത്തന ചക്രത്തിൽ നിന്ന് മോചനം നേടാവുന്നു. ഹരേ കൃഷ്ണ. ऐसी भक्ति वेदांत स्वामी श्रील प्रभुपाद की जय, गुरु महाराज की जय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरुं जय वैष्णवांश्च श्रीरूपं सागरजातं सगुणरघुनाथातं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादां सगुणललिताश्रीसागरदांश्च। हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपीश गोपिका कांत राधा कांत नमस्ते तप्तकांचन गौरांगी राधे वृंदावनी श्रीदेवशपांसते देवी प्रणमामि हरिप्रिये। वंचाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓൺലൈനിൽ കുറച്ച് ആളുകൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും ഒന്ന് കൺഫേം ചെയ്യാനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. കേൾക്കാം ബ്രോ, കേൾക്കാം. അപ്പൊ നമ്മള് ഇന്ന് 1:13 അതിൽ പർപ്പട്ടില് പ്രഭുപാദ് എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് ഓട്ടിച്ചു നോക്കാം. ഒന്ന് വിവർത്തനം. ഓ സൂത ഗോസ്വാമി, പരമദിവ്യ പുരുഷനെയും അദ്ദേഹത്തിന്റെ അവതാരങ്ങളെയും കുറിച്ച് ഞങ്ങൾ ആകാംക്ഷഭരിതരാണ്. ശ്രവണ കീർത്തനങ്ങളാൽ ഒരാളെ ഉത്തമമാക്കുന്ന പൂർവാചാര്യന്മാർ പകർന്നു തന്ന ആ നിർദ്ദേശങ്ങളെ സ്വവ്യക്തവും സവിസ്തരവുമായി ഞങ്ങൾക്ക് ദയവായി വിശദീകരിച്ചു തന്നാലും. അപ്പോ നൈമിഷാരണ്യത്തിലുള്ള മുനിമാര് സൂത ഗോസ്വാമിയെ അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ദയവായി ഭഗവാന്റെ അദ്ദേഹത്തിന് നിങ്ങളുടെ ഗുരുമാര പരമ്പരയിൽ നിന്നും കേട്ട പൂർവാചാര്യന്മാർ പറയുന്ന ആ നിർദ്ദേശങ്ങൾ സുവ്യക്തവും സവിസ്തരവുമായി ഞങ്ങൾക്ക് ദയവായി വിശദീകരിച്ചു തന്നാലും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതിന്റെ പർപ്പട്ടില് പ്രഭുപാദ് എന്തൊക്കെ പറയുന്നുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് 1-2 കണ്ടീഷൻസും ക്വാളിഫിക്കേഷൻസും ഒക്കെ പറയുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭാഗവതം ഒരാൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ, എന്ത് ക്വാളിഫിക്കേഷൻ ഒരാൾക്ക് വേണം കേൾക്കുന്ന ആളിന്. അതായത് ഇതെന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതീന്ദ്രിയമായൊരു ജ്ഞാനമാണ്, ഒരിടത്തും കിട്ടാത്തത്. ഇത്രയും ആയിരക്കണക്കിന് ജന്മങ്ങൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് ജന്മങ്ങൾ എടുത്താൽ മാത്രമേ ഭാഗവതം ഒന്ന് കേൾക്കാൻ പറ്റുള്ളൂ, ഭാഗവതം ഒന്ന് ആ ബുക്കിൽ തൊടാൻ പറ്റുള്ളൂ, ആ ബുക്ക് ഒന്ന് വായിക്കാൻ പറ്റുള്ളൂ, അതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്കും പുണ്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഭാഗവതത്തിൽ തൊടാൻ കൂടി പറ്റുള്ളൂ. അപ്പോ ആ ഭാഗവതത്തിന്റെ മെസ്സേജ് അത് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ വന്ന് ക്ലാസ്സിൽ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ പറയുന്ന പ്രവചനം വന്ന് കേൾക്കാൻ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ വേണം ഇത് മനസ്സിലാക്കാൻ? ഇത്രയും വലിയ നോളജ് ആണല്ലോ, ഇത് നമ്മുടെ ചെവിയിലൂടെ കയറി മനസ്സിൽ വന്ന് കേൾക്കണമല്ലോ. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പ്രഭുപാദ് ഇതിനകത്ത് പറയാനുണ്ട്. ആദ്യം ഓഡിയൻസ് കേൾക്കുന്നവർക്ക് എന്തായിരിക്കണം? മസ്റ്റ് ബി സിൻസിയർ ആൻഡ് ഈഗർ. വളരെ ആത്മാർത്ഥതയും കേൾക്കാനായിട്ട് ഉത്സുകരുമായിരിക്കണം. ഭഗവാനെ പറ്റിയാണ് പറയുന്നത്, ഭാഗവത്തിനെ പറ്റിയാണ് പറയുന്നത്.
അപ്പൊ ഇത് എന്താണ് പറയുന്നത്, എനിക്കിത് മനസ്സിലാവണം, അത്രയ്ക്ക് ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. വളരെ സിൻസിയർ ആയിരിക്കും നമ്മൾ. യാഥാസ്ഥികമായിട്ട് നമ്മളത് വന്നിരുന്നിട്ട് നമ്മളത് കേൾക്കാനായിട്ട് ശ്രദ്ധ വേണം, വളരെ ശ്രദ്ധയായിരിക്കണം. രണ്ട്, പറയുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഉത്തമ വിശ്വാസ യോഗ്യനായ ഒരു ഗുരുവിന്റെ കയ്യിൽ നിന്ന് ദീക്ഷ എടുത്തിരിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് വന്നിട്ട് നമുക്ക് ഒട്ടും ക്വാളിഫൈഡ് അല്ലെങ്കിൽ കൂടിയും നമുക്ക് അദ്ദേഹം ഗുരുശിഷ്യ പരമ്പരയിൽ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യിച്ചു, നമ്മളെ അക്സെപ്റ്റ് ചെയ്തു. ആ ഒരു കാര്യത്തിൽ നമ്മൾ ക്വാളിഫൈഡ് ആണ്. പ്രഭുപാദ് പറഞ്ഞ ആ ഗുരുശിഷ്യ പരമ്പരയിൽ നമ്മൾ വന്നിട്ടുണ്ട്. രണ്ട്, കേൾക്കേണ്ടത്. ഇപ്പൊ പറയുമ്പോൾ നമ്മൾ പ്യൂരിഫൈഡ് ആവും. ഇത് അവരവരുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഭാഗവതം പഠിക്കുന്ന എന്തിനാണെന്ന് മഹാരാജ് ഒരു കോട്ടിൽ പറയുന്നുണ്ട്. ഗുരുവിന്റെയും കൃഷ്ണന്റെയും പ്രീതിക്ക് വേണ്ടി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഗുരുവിന്റെയും കൃഷ്ണന്റെയും പ്രീതിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ഗുരുശിഷ്യ പരമ്പരയിലായിരിക്കണം. ഈ രണ്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അടുത്ത് പറയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അബ്സോർബായിട്ട് അതിൽ തന്നെ മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഭാഗവതം മനസ്സിലാക്കാൻ പറ്റില്ല. ഭൗതികം എന്ന് പറയുമ്പോൾ എനിക്ക് കാശ് വേണം, ജനങ്ങൾ വേണം, എനിക്ക് കുറെ കൂട്ടുകാർ വേണം, ജനങ്ങൾ വേണം, എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ വേണം, ധർമാർത്ഥ കാമമോക്ഷം ഉണ്ടല്ലോ. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ധർമ്മത്തിന് വേണ്ടി അല്ല ധനത്തിന് വേണ്ടി മാത്രം ചിന്തിച്ച് പോവേണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഇപ്പൊ പൈസയാണ്. പൈസ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മണിയാണ് വരുന്നത്. മണിയുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാം തനിയെ അതിന്റെ കൂട്ടത്തിൽ എല്ലാ ദോഷങ്ങളും വന്നോളും. അപ്പോ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് മെറ്റീരിയൽ ഭഗവാനെ ഒഴിച്ച് ബാക്കിയുള്ള നമ്മൾ എന്ത് ചിന്തിക്കും അത് മാത്രം ചിന്തിച്ചിരിക്കുന്നവർക്ക് ഭാഗവതം മനസ്സിലാകത്തില്ല. പിന്നെ എന്ത് പറഞ്ഞു, ഇത് നമ്മളൊരു ഒരു എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ഗുരുക്കന്മാര് നമുക്കിത് പറഞ്ഞു തരും. എങ്ങനെയാണ് ആർട്ട് ഓഫ് സബ്മിസീവ് ഹിയറിംഗ്, എങ്ങനെ വിനയത്തോടു കൂടി നമുക്ക് ഭഗവാന്റെ ഈ ജ്ഞാനം കേൾക്കാം. സബ്മിസീവായിട്ട് വിനയത്തോടു കൂടി നമുക്ക് എങ്ങനെ ഭഗവാന്റെ ജ്ഞാനം കേൾക്കാന്ന് ആ ഗുരുശിഷ്യ പരമ്പര വരുമ്പോൾ നമുക്ക് പറഞ്ഞു തരും. അത് വിദ്യാവിനയ സമ്പന്ന. അപ്പൊ നമുക്ക് ആ സബ്മിസീവ് ഹിയറിങ്ങിലൂടെ പ്രഭാതിനകത്ത് പറയുന്നുണ്ട്, ആ ഒരു ആർട്ട്, അതൊരു കലയെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ എല്ലാവരും ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നത്, അതൊരു കലയായിട്ട് നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് പറയുന്നത്, ഈ സിറ്റുവേഷൻ, ഈ ശ്ലോകം നോക്കുമ്പോൾ ഇവിടെ സൂത ഗോസ്വാമി വന്നിട്ട് സൂത ഗോസ്വാമിയും മുനിമാരുടെ കാര്യം പറയുന്നുണ്ട് നൈമിഷാരണ്യത്തിൽ. എങ്ങനെയാണ് ഇവരെല്ലാവരും ക്വാളിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കേൾക്കാനിരിക്കുന്ന സേജസ് എല്ലാം അവർ ഭയങ്കര ആൻഷ്യസ് ആണ്. അവർക്ക് ഭാഗവതം കേൾക്കണം, സൂത ഗോസ്വാമിയുടെ കയ്യിൽ നിന്ന് കേൾക്കണം. പരീക്ഷിത് മഹാരാജാവിന് സുഖദേവ ഗോസ്വാമി പറഞ്ഞു കൊടുത്ത കാര്യം നമുക്ക് നല്ലപോലെ കേൾക്കണം, ആ സത്യം നമുക്കറിയണം, ആ ഗുരുമുഖത്ത് നമുക്ക് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും വളരെ ആൻഷ്യസ് ആയിരുന്നു. രണ്ട്, സൂത ഗോസ്വാമി വന്നിട്ട് വ്യാസദേവന്റെ പരമ്പരയിലാണ് വരുന്നതെന്നാണ് പ്രഭാതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതും ഫുൾഫിൽ ആയി. അടുത്ത് പറയുന്നത് എന്താണ്, അങ്ങനെ ഫുൾഫിൽ ആകുമ്പോൾ എന്താണ് നടക്കുന്നത്, ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ടോപ്പിക്സുകൾ, അതായത് വിഷയങ്ങൾ. എന്തൊക്കെയാണ് വിഷയങ്ങൾ? ഭഗവാന്റെ സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതീന്ദ്രിയമായിട്ടുള്ള അമാനുഷികമായ ഭഗവാൻ ചെയ്ത കാര്യങ്ങള്, ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ ഇൻകാർണേഷൻ അവതാരങ്ങള്, ഭഗവാന്റെ ജനനം, ഭഗവാൻ ഡിസപ്പിയർ ആയത്, ഭഗവാൻ തിരിച്ചു പോയത്, ഭഗവാന്റെ അപ്പിയറൻസ്, ഭഗവാൻ ജനിച്ചത്, പ്രത്യക്ഷപ്പെട്ടത് ഭഗവാന്റെ നാമങ്ങള്, ഗുണങ്ങള്, ഇതെല്ലാം ഈസി ആയിട്ട് മനസ്സിലാക്കും. അപ്പൊ നമ്മൾ ഗുരുശിഷ്യ പരമ്പരയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടും ഈഗറായിട്ടും കേൾക്കുക. നമുക്കറിയാം ഇപ്പൊ പലരും ഓൺലൈനിൽ ഇരിക്കുന്നവർ, പലരും കുട്ടികൾക്ക് സ്കൂളിൽ വിടാൻ സമയമാണ്. അപ്പൊ പലരും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും പല 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 കാര്യത്തിന് വേണ്ടി. എന്നാലും മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക. ഓക്കെ, ഇത് ഭഗവാനായിട്ട് തരുന്നൊരു ചലഞ്ചാണ് നമുക്ക്. ആ ചലഞ്ച് നമ്മൾ ഏറ്റെടുത്തിട്ട് ഭഗവാനടുത്ത് കൂടുതൽ ഭക്തിയോടുകൂടി ഭാഗവതം നമ്മൾ കേൾക്കുക. ഭഗവാന്റെ നാമങ്ങളും ഗുണങ്ങളും ഇത് പറയുന്നത് ഭാഗവത്തിലൂടെ പറയുന്നത് നമ്മൾ വളരെയധികം നല്ല രീതിയിൽ കേൾക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ള നോളേജ്, ഭഗവാനെ പറ്റി പറയുന്ന നോളേജ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്, പ്രഭാതിനകത്ത് പറയുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്, ഒരാൾക്ക് ആർക്കെങ്കിലും നമുക്ക് ആധ്യാത്മികമായിട്ട് സ്പിരിച്വലി നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോസസ്സ് നമ്മൾ ചെയ്യണം. ആൻഷ്യസ് ആയിട്ട്, ഒന്ന് വളരെ വിനയത്തോടു കൂടി
വളരെ ഈഗർനെസ് ഉണ്ട്, കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അങ്ങനെ കേൾക്കുന്നവർക്ക് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. പെട്ടെന്ന് ആ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി നമുക്ക് തെളിയും, അത് റിയലൈസ് ചെയ്യുമെന്നാണ് പറയുന്നത് പ്രഭുപാദിനാഥ്. ഓക്കെ, അപ്പൊ ഈ ഇതുമായിട്ട് ഒരുപാട് ഡിവോട്ടീസ് ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ ശ്ലോകത്തിനെ പറ്റിയിട്ട്. അപ്പോ അവിടെ ഒരു തവണ ഞാൻ റെഫർ ചെയ്യുന്ന സമയത്ത് ഗ്രന്ഥരാജ് ഒരു മെയില് കണ്ടായിരുന്നു. അത് വന്നിട്ട് രാംദാസ് രസാമൃതദാസ പ്രഭു എന്ന് പറഞ്ഞ ഒരു പ്രഭു എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം വന്നിട്ട് 2 സെപ്റ്റംബർ 2006 എഴുതിയൊരു മെയിലാണ്. അപ്പൊ അതിൽ കുറച്ച് ഇൻസിഡന്റിൽ പറയാം. അദ്ദേഹം പറയുന്നത് പ്രഭാത് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അദ്ദേഹം മെയിലിൽ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ആള്, നമ്മൾ ചിലപ്പോൾ പറയാം, ഒരുപാട് ഭാഗവതം സംസാരിക്കുന്ന ആളുകളുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്, നമുക്കറിയാം. അവരൊന്ന് വന്നിട്ട് ഒന്നുകിൽ കാശിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ടെന്ന് പറയുന്നത് എന്തിനായിരിക്കും? രണ്ടെന്ന് പറയുന്നത് പ്രശസ്തി. ഒരുപാട് പേര് കേൾക്കാൻ വരും, ഇന്ന സ്വാമിയുടേതാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോ ഒരു സ്പീക്കർ ഭാഗവതം സംസാരിക്കുന്ന ആളാണ്. അൺഫോർച്ചുനേറ്റ്ലി ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്ന ആളല്ല. അദ്ദേഹം വന്നിട്ട് നമ്മുടെ ബ്രഹ്മപാത ഗൗഡീവൈഷ പരമ്പര എങ്ങനെയാണ്? ഒരുവിധപ്പെട്ട ഗുരുശിഷ്യ പരമ്പരയിൽ നോക്കിക്കഴിഞ്ഞാൽ അവര് നല്ല ക്ലീൻ സേവ് ആയിരിക്കും, മുടിയൊക്കെ വെട്ടി നീറ്റ് ആയിരിക്കും. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആണ്, വൈഷ്ണവ എത്തിക്കേറ്റ്സിൽ വരുന്നതാണ്. എപ്പോഴും ക്ലീൻ ആയിരിക്കും. അങ്ങനെ നോക്കാനായിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കും. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ സംസാരിക്കുന്ന ആള്, ഈ ഭാഗവതം എടുക്കുന്ന ആള് വന്നിട്ട് അദ്ദേഹത്തിന് നല്ല നീളമുള്ള താടിയുണ്ട്, നല്ല നീളമുള്ള താടി, നല്ല നല്ല നീളമുണ്ട്, ഇത്രയുണ്ട്. അപ്പൊ അതിങ്ങനെ കൂർപ്പിച്ച് ഇങ്ങനെ ഇരിക്കും. അതെങ്ങനെ പ്രവചനം നടത്തും, അതെങ്ങനെ പ്രസംഗം, ഇങ്ങനെ ഭാഗവതത്തിനെ പറ്റി ഇങ്ങനെ കഥകള്, പരീക്ഷിത് മഹാരാജാവിന്റെ കാര്യങ്ങൾ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ഓരോ ഡിവോട്ടീസിനെ എങ്ങനെ സഹായിച്ചു എന്നുള്ള കാര്യം പറയുന്നത്. അപ്പൊ ഓഡിയൻസ് എല്ലാം ഇരിക്കുന്നുണ്ട്, രാവിലെ ആ ഓഡിയൻസ് ഇരിക്കുന്നുണ്ട്. അതിലൊരു ഒരു ലേഡി, ഒരു വയസ്സായ അമ്മ വന്നിട്ട് ഇരിക്കുകയാണ്. വലിയ വയസ്സായില്ല, എന്നാലും അമ്മ വന്നിരിക്കാൻ നേരത്ത്, ഇദ്ദേഹം ഭാഗവതം ക്ലാസ് എടുക്കാൻ നേരത്ത് ആ അമ്മ ഒന്ന് പൊട്ടിക്കരയാണ്. ഇദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇദ്ദേഹം നോക്കാൻ നേരത്ത് ഒരാള് ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഭഗവാനെ പറ്റി പറയുന്നു, ഡിവോട്ടീസിനെയൊക്കെ പറ്റി പറയുമ്പോ ആ അമ്മ വന്നിട്ട് പൊട്ടിക്കരയണം, സഹിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹം നോക്കാൻ നേരത്ത് ഇങ്ങനെ ഇദ്ദേഹത്തിനെ നോക്കുന്നു, കരയുന്നു, കണ്ണീര് തുടയ്ക്കുന്നു, സാരിയുടെ തുമ്പൂന്ന് മൂക്ക് പിടിക്കുന്നു, ഒരേ ബഹളം ഫ്രണ്ടില്. അപ്പൊ ഇദ്ദേഹം ഇത് കാണുന്നതനുസരിച്ച് ആളുകൾ എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അതിലും മാക്സിമം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം ഇങ്ങനെ പറയാണ്. ഭാഗവതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ ഘട്ടത്തിലും ഒരു പർട്ടിക്കുലർ സമയം നേരത്ത് ഈ അമ്മ വീണ്ടും കരയുന്നത്, സഹിക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക്. അപ്പോ ക്ലാസ് എല്ലാം കഴിയാറായി, ക്ലാസ് എല്ലാം തീർന്നു. അദ്ദേഹം എഴുച്ചു വന്നപ്പോ അമ്മ അവിടെ ഇരിക്കുകയാണ്, കരച്ചിലൊക്കെ നിന്നു. അദ്ദേഹം എഴുച്ചു വന്നപ്പോ നോർമൽ ആളിനെ പോലെ ഇരിക്കുന്നു. ഇദ്ദേഹം വന്നിട്ട് വളരെ വിനയത്തോടു കൂടി, വളരെ സമാധാനത്തോടു കൂടി അമ്മയുടെ അടുത്ത് വന്ന് ചോദിക്കും, അമ്മ, നിങ്ങൾക്ക് ഇത്രയും ഭക്തിയുണ്ടോ? ഞാനത് കണ്ട് അതിശയപ്പെട്ടു. എന്തുമാത്രം ഭക്തിയാണ് അമ്മയ്ക്കുള്ളത്. ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് അമ്മ പൊട്ടി കരയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പ്രസംഗിച്ചതില്, ഞാൻ ഈ സംസാരിച്ചതില് ഏത് ഭാവമാണ് അമ്മയ്ക്ക് ഇത്രയും അട്രാക്റ്റഡ് ആയത്? ഇത്രയും ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം ബ്രോ, ഇടയ്ക്ക് ഒന്ന് കട്ടായായിരുന്നു. ഓക്കെ, അങ്ങനെ ഈ പ്രവചനം ചെയ്ത ആള് അങ്ങനെ താടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വന്ന് അമ്മയോട് ചോദിക്കാണ്, ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടത്? ഇത് പരീക്ഷിത് മഹാരാജാവിന് ശപിച്ചതും അദ്ദേഹത്തിന്റെ ഇന്ററാക്ഷനും അദ്ദേഹം ഭക്തന്മാരോട് ക്ഷമിച്ചതും അതാണോ, അതോ ഭഗവാൻ വന്നിട്ട് ഓരോരോ രാക്ഷസന്മാരെ കൊല്ലുകയും ഭക്തന്മാരെ രക്ഷിക്കുകയും ചെയ്തല്ലോ, പല പല ഭക്തന്മാരെ അതാണോ ഇഷ്ടപ്പെട്ടത്? ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. ഏതാണ് ഇത്രയും അധികം ഇത് പ്രസംഗത്തിന്റെ ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ചോദിച്ചു, പ്രസംഗം? ഏത് പ്രസംഗം? പ്രസംഗമല്ലേ? അല്ല, ഞാൻ ഇത്ര നേരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഭാഗവതമൊക്കെ പറയായിരുന്നു, അതേ താടിയിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, ഓ, കരഞ്ഞതാണോ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, കരഞ്ഞില്ല. അപ്പൊ ഇവിടുന്ന് കരഞ്ഞു. ഇവിടുന്ന് കരഞ്ഞതാണോ? അതെന്താണെന്നറിയോ? എനിക്കൊരു ആടുണ്ടായിരുന്നു, വളരെ നല്ല ആടാണ്, നല്ല സൈസ് ഉണ്ട്. അപ്പൊ ആ ആടിന് അത് ഇടയ്ക്ക് മരിച്ചുപോയി. ആട് മരിച്ചു. അപ്പൊ എനിക്ക്
അല്ല എന്റെ ഭയങ്കര എനിക്ക് എന്റെ മക്കളെ പോലെ ഭർത്താവിനെ പോലെയൊക്കെ ആയിരുന്നു. ആ ആട് മരിച്ചുപോയി. നിങ്ങൾ അവിടെ മുകളിലിരുന്ന് ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോ ആ കറങ്ങുന്ന ഫാൻ ഇല്ലേ, ആ ഫാൻ ഇങ്ങനെ കറങ്ങി വരുമ്പോ ആ കാറ്റിൽ നിങ്ങളെ താടി ഇങ്ങനെ ആടും. ആ താടി ആടുന്ന കണ്ടപ്പോ എനിക്ക് എന്റെ ആട്ടിന്റെ താടി ഓർമ്മ വന്നു. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, അവിടെ ഇരുന്ന് എന്റെ ആട്ടിന്റെ ഓർമ്മ വന്ന് പൊട്ടി പൊട്ടി കരഞ്ഞത്. ഇത് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. നമ്മൾ ഗുരുശിഷ്യ പരമ്പര വരുന്നില്ല. നമ്മള് കേൾക്കാനിരിക്കുന്ന ആളുകൾ ഭാഗവതം തന്നെ കേൾക്കണം എന്ന് പറഞ്ഞ് വരുന്നില്ല. ഈ ഒരു അറിവില്ലാതെ കേൾക്കാൻ പറ്റിക്കഴിഞ്ഞാല് എന്ത് പറ്റുമെന്ന് വെച്ചാല്, ക്ലാസ് എടുക്കുന്ന ആളുടെ താടിയോ അവിടെ വെച്ചിരിക്കുന്ന വേറെന്തെങ്കിലും കാര്യങ്ങളോ കൂടെ വന്നിരിക്കുന്ന ആളുകളോട് സംസാരിക്കാനോ അങ്ങനെയുള്ള വിഷയത്തിലോട്ട് നമ്മൾ മാറി. അപ്പോ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അത് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രഭുപാദ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കാതെ വന്ന് നമ്മൾ ക്ലാസ് എടുക്കുകയും ഗുരുശിഷ്യ പരമ്പരയെ വന്ന് ഗുരുക്കന്മാർ പറഞ്ഞെന്ന കാര്യം പറയാതിരിക്കുകയും കേൾക്കുന്ന ആളിന് ഭാഗവതം കേൾക്കാനുള്ള ഈഗർനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുന്ന ആളുടെ ലോകത്തായിരിക്കും, കേൾക്കുന്നവരുടെ ലോകത്തായിരിക്കും. പ്രഭുപാദ് പറഞ്ഞ കാര്യങ്ങൾ, അല്ലെ ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളും നാമങ്ങളും ലീലകളും ഇതെല്ലാം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യണം, ഈഗർ ആയിരിക്കണം, എൻതൂസിയാസ്റ്റിക് ആയിരിക്കണം നമ്മൾ അതിനകത്ത് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറച്ച് പോയിന്റ്സ്, മഹാരാജ് പറഞ്ഞ പോയിന്റ്സ് അതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ക്വാളിഫിക്കേഷൻ ഓഫ് സ്പീക്കർ, സംസാരിക്കുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം? ഒന്ന്, ഗുരുശിഷ്യ പരമ്പരയിലായിരിക്കണം. 2, നമുക്ക് ഗുരുമഹാരാജിന്റെ കൂടെ, ആരെയാണോ ഗുരു അദ്ദേഹത്തിന്റെ കൂടെ, അല്ലെങ്കിൽ അത് തന്നെ ആ ഗുരു പരമ്പരയിൽ ഫുൾ നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരിക്കൽ പോലും നമ്മൾ മാറ്റി ചിന്തിക്കാൻ പാടില്ല ഇതൊക്കെ ഉള്ളതാണോ സത്യമാണോ എന്നുള്ളത്. വളരെ ഉറച്ച വിശ്വാസമായിരിക്കണം. പിന്നെ മായാദേവിയുടെ ശക്തി കൊണ്ട് പലപ്പോഴും പലർക്കും തോന്നുമായിരിക്കും, അത് മൈൻഡിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഗുരുമഹാരാജും നമ്മുടെ ഗുരുപരമ്പരയാണ് നമ്മളെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാൻ പോകുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് പിന്നെ എന്താണ്, നമുക്ക് ദേ ഷുഡ് ബി ജെന്യുവൻലി കമ്പാഷനേറ്റ്. ബാക്കിയുള്ളവരുടെ അടുത്ത് ഭയങ്കര കാരുണ്യം ഉണ്ടായിരിക്കണം നമുക്ക്. എന്തിനാണ്? ഒരുപാട് ആളുകൾ ഈ ഭഗവത്ഗീത നോളജ് കിട്ടാതെ, ഹരിനാമം കിട്ടാതെ സഫർ ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഒരു അനുകമ്പ നമുക്ക് ഉണ്ടായിരിക്കണം. എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? അവർക്ക് കൃഷ്ണകഥ പറഞ്ഞു കൊടുക്കണം. ഭഗവാന്റെ നാമങ്ങളും ഗുണങ്ങളും ലീലകളും, അത് പറഞ്ഞാൽ എന്താണ് ഗുണം കിട്ടുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവർക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടായിരിക്കണം. എന്തിനാണ്? വിശ്വാസം ഉണ്ടായിരിക്കണം. എന്തിനാണ്? നാമത്തില്, ഭഗവാന്റെ നാമത്തില് അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. 4ാമത് പറയുന്നത്, അവർക്ക് എന്താ, ദേ ഷുഡ് ബി ഈഗർ ആൻഡ് എൻതൂസിയാസ്റ്റ് സ്പീക്കിംഗ് ഓഫ്, അതായത് ഭഗവാന്റെ പാസ്റ്റ് ടൈംസ്, ഭഗവാന്റെ ലീലകളും ഗുണങ്ങളും നാമങ്ങളും പറയാനായിട്ട് ആരാണോ ഭാഗവതം പറയുന്നത് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയുന്നത് കേൾക്കുന്നവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും, നാമങ്ങളും ഗുണങ്ങളും എല്ലാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ശ്ലോകത്തിൽ പഠിച്ച എന്താണ്? നമ്മൾ ഗുരുശിഷ്യ പരമ്പരയിൽ വന്നിരിക്കണം, വളരെ വിനയാന്വിതനായിരിക്കണം, നമുക്ക് പറയാനും കേൾക്കാനും വളരെയധികം ആഗ്രഹവും ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 1:14. 1:14 ആപന്ന സംശുദ്ധം ഘോരം എണ്ണാമോ വിവിശോട്ടൻ തതകസാദ്യോ വിമുച്ഛേദ യത് വിഭേദി സ്വയം ഭയം. സ്വയം വ്യക്തി സ്വരൂപം പൂണ്ട ഭയം കൊടും ഭീതിയോടെ ചിന്തിക്കുന്ന ശ്രീകൃഷ്ണന്റെ പവിത്രനാമം ബോധപൂർവമല്ലാതെ ജപിക്കൊക്കെ കൂടി ജനിമൃതി ആവർത്തന ചക്രമാകുന്ന ഘോര പ്രതിബന്ധങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ജീവാത്മാക്കൾ തൽക്ഷണം സ്വതന്ത്രരാക്കപ്പെടുന്നു. അപ്പം ഈവൻ പെർസോണിഫൈഡ് എന്നാണ് പറയുന്നത്, ഫിയർ പെർസോണിഫൈഡ്, സ്വയം വ്യക്തിരൂപം കൊണ്ട് ഭയം എന്ന് പറയുന്നത് ആക്ച്വലി അതിനൊരു വ്യക്തിരൂപം ഉണ്ടെന്നാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്. ആ ഭയം തന്നെ എന്താണ്? ഭഗവാന്റെ നാമം കേൾക്കാൻ നേരത്ത് അത് തന്നെ പേടിച്ചു പോകുന്നതാണ് പറയുന്നത്. അത്രയ്ക്ക് പവർഫുൾ ആണ് ഭഗവാന്റെ നാമം. ഓക്കെ, അത് ജപിക്കുക കൂടി ബോധപൂർവമല്ല, അറിഞ്ഞോ അറിയാതെ ജപിച്ചാൽ കൂടി എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ജനന മരണ ചക്രങ്ങൾ ഉണ്ടല്ലോ, ഈ ഘോരമായ ഇതിനകത്ത് അകപ്പെട്ടിരിക്കുന്ന ഈ ഒരുപാട് പ്രതിസന്ധികളിൽ, ഒരുപാട് ദുഃഖത്തിലും വിഷമത്തിലും പോകുന്ന ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് വിവർത്തനത്തിൽ, ട്രാൻസ്ലേഷനിൽ പ്രഭുപാദ് പറയുന്നത്. പർപ്പറ്റിൽ എന്തൊക്കെ പറയുന്നത് നോക്കാം. ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും കൺട്രോളറാണ്, എല്ലാം നിയന്ത്രിക്കുന്ന ഭഗവാനാണ്. ഭഗവാന്റെ അപ്പുറം വേറൊന്നുമില്ല. ഭഗവാനെ ഭയപ്പെടാത്തതായിട്ട് ലോകത്ത് ആരുമില്ല. ഇതിനകത്ത് പർപ്പറ്റിൽ പറയുന്നുണ്ട്,
വലിയ വലിയ ശക്തിശാലികളായിട്ടുള്ള ഭൂമിയെ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന, ഭൂമി തന്നെ എടുത്തുകൊണ്ട് ഒളിച്ചു വെക്കുന്ന, നമ്മള് ഭൂമിയില് ഏഷ്യയില്, ഇന്ത്യയില്, കേരളത്തില്, ട്രിവാൻഡ്രത്തില്, അതും ഒരു മൂലയ്ക്ക് കഴക്കൂട്ടത്തോ കരമനയോ അല്ലെങ്കിൽ പാലക്കാടോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, നമ്മൾ ചെറിയൊരു സ്ഥലത്ത് നമ്മൾ ഇൻസിഗ്നിഫിക്കന്റ് ആണ്, നമുക്കൊരു വിലയുമില്ല. അതാണ് സത്യം. അങ്ങനെ ഇരിക്കുന്ന ഭൂമിയെ കൊണ്ടുവന്ന് ഒളിച്ചു വെച്ച ഹിരണ്യാക്ഷനെ പോലത്തെ, കംസനെ പോലത്തെ വലിയ വലിയ രാക്ഷസന്മാരെ ഭഗവാൻ എങ്ങനെയാണ് വധിച്ചു കളഞ്ഞത്? അതുകൊണ്ട് അതിനും വലിയ ശക്തിമക്തനായ ആള് വേറെ ഇല്ല ഭഗവാൻ വന്നിട്ട് ഭഗവാന്റെ ഈ നാമത്തിൽ, ഭഗവാൻ ഈ സ്പിരിച്വൽ വേൾഡ്, ഈ ഭൗതിക ലോകത്തിന്റെ, ആധ്യാത്മിക ലോകത്തിന്റെ നാഥനായ ഭഗവാൻ ഈ നാമത്തില് എന്താണ്, അദ്ദേഹത്തിന് എന്തുമാത്രം ശക്തിയുണ്ടോ അത്രയും ശക്തി ഈ നാമത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കൃഷ്ണ എന്ന് നമ്മൾ ഇവിടുന്ന് പറയുമ്പോ ഗോലോകത്തിരിക്കുന്ന ഭഗവാനും നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിലിരിക്കുന്ന ഭഗവാനും ഈ ലോകം, ഈ ഓരോ കണങ്ങളിലും കാണുന്ന ഭഗവാനും പോലെ, എല്ലായിടത്തുള്ള ഭഗവാനും പോലെ ആ നാമത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല. ഭാഗവതം സംസാരിക്കുമ്പോൾ, ഭാഗവതം നമ്മൾ എപ്പോഴാണോ ഡിസ്കസ് ചെയ്യുന്നത്, ആ സമയത്ത് 33 കോടി ദേവഗണങ്ങളും ഭാഗവതം കേൾക്കാൻ വരുമെന്നാണ് പറയുന്നത്. എല്ലാവരും ഭഗവാന്റെ നാമങ്ങള് കേൾക്കാം. ഭഗവാന്റെ ഭാഗവതം എവിടെയുണ്ടോ അവിടെ എല്ലാവരും ഓടിയെത്തും എന്നാണ് പറയുന്നത്. അതുപോലെ സാക്ഷാൽ ഭഗവാനും കേൾക്കാനായിട്ട് വന്നിരിക്കും. നമുക്കിവിടെ ജഗന്നാഥ്, ബലദേവ്, സുഭദ്രാദേവി, ഗൗർ നിത്യായി, നമ്മളെ ക്വാളിഫിക്കേഷൻ ഗുരുപുര ശ്രീ പരമ്പരയെ വരിക, അത്ര മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈഗറായിരിക്കണം, നമുക്ക് പറയാനായിട്ട് വളരെ ഉത്സുകരായിരിക്കണം, നമുക്ക് ബാക്കിയുള്ളവർക്ക് ദയ ഉണ്ടായിരിക്കണം. അങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, പറയുന്നവർക്ക്, നമുക്കും അതിന് പ്യൂരിഫിക്കേഷൻ കിട്ടും, കേൾക്കുന്നവർക്കും അതിന്റെ ഗുണം കിട്ടും. ഓക്കെ, ഇവിടെ എല്ലാ കാര്യങ്ങളും, ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും ഭഗവാനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണുള്ളത്, ഭഗവാനായിട്ട് കണക്റ്റഡ് ആണ്. എല്ലാവർക്കും അവരവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്, വ്യക്തിത്വം ഉണ്ട്. അടുത്ത് പറയുന്നതാണ്, ഭയപുരുഷന് പോലും ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ ഭയപുരുഷൻ പോലും പേടിച്ചു പോകുന്നതാണ്. ഭയപുരുഷൻ പോലും പേടിച്ചു പോകുന്നതാണ് പറയുന്നത്. ഇതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അഭിന്നത്വം നാമോ നാമി എന്നാണ് പറയുന്നത്. യാതൊരു വ്യത്യാസമില്ല. ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോ അതുകൊണ്ട് ഇവിടെ എന്താണ് പറയുന്നത് പ്രഭുപാദ്? അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇതിനെ ഉപയോഗപ്പെടുത്തണം, ഇതിന്റെ അഡ്വാൻറ്റേജ് എടുക്കണമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? വലിയ വലിയ ബുദ്ധിമുട്ട് നമുക്കുണ്ടെങ്കിലും, എത്ര ഡേഞ്ചറിലാണെങ്കിലും നമ്മൾ ഭഗവാന്റെ നാമം ചൊല്ലണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാമ രാമ ഹരേ ഹരേ. ഭഗവാന്റെ നാമം നമ്മൾ പറയണം, അത് നമ്മൾ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് പറയുന്നത്, ഭഗവാന്റെ ട്രാൻസ്ജെൻഡർ ലൈൻ വന്നിട്ട്, ഒരാള് ശ്രദ്ധയോടുകൂടിയോ ശ്രദ്ധയില്ലാതെയോ അറിയാതെ കൂടെ പറഞ്ഞാൽ കൂടി അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് അതിന്റെ ഫലം കിട്ടും. നമ്മൾ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു വരുമെന്നാണ് പറയുന്നത്. മഹാരാജ് മെയ് 8, 2015 മനോഹര കൃഷ്ണദാസ് എന്ന് പറഞ്ഞ പ്രഭു ഇതിനെപ്പറ്റി ഒരു മെയിൽ എഴുതിയിട്ടുണ്ട് ഗ്രന്ഥരാജിൽ. അദ്ദേഹം കുറച്ച് പോയിന്റ്സുകൾ പറയുന്നുണ്ട്. അത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ബൈ നേച്ചർ, നമ്മൾ സ്വതസിദ്ധയാൽ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ എല്ലാവരും വന്ന് കംപ്ലീറ്റ്ലി നമ്മള് സ്പിരിച്വൽ ആണ്. ആക്ച്വലി മഹാരാജ് പറയുന്നത്, നമ്മൾ എല്ലാവരും സ്പിരിച്വൽ ആണ്. നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആധ്യാത്മികമായിട്ട് ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് മനസ്സിലാവുന്നില്ല. വി ഡോണ്ട് നോ ഹൗ ഹെൽപ്ലെസ്ലി വി ആർ എൻറ്റാഞ്ചിൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഇതിനകത്ത് പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻ എന്ന് പറയില്ലേ, വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഭയങ്കര പ്രശ്നത്തിൽ നമ്മൾ മുഴുകി കിടക്കണം. നമുക്കത് അറിയാൻ പറ്റുന്നില്ല. മഹാരാജ് പറയുന്നത്, നമുക്ക് വേറൊരു വഴിയില്ല. ഈ നമ്മൾ ഹൈപ്പർ ലൂപ്പ് എന്നൊക്കെ പറയൂലേ, ഒരു ചക്രത്തിൽ കയറി അത് നമ്മൾ അതിനകത്ത് തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിന്ന് പുറത്തു പോകുന്ന അടുത്ത ചക്രത്തിലാണ്. നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മൾ ഭയങ്കര വളരെ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലത്തിനകത്ത് നമ്മൾ കുഴഞ്ഞു കിടക്കേണ്ടതിനകത്ത് നമുക്കിതിനകത്ത് വേറൊരു വഴിയില്ല.
ഇതിനകത്ത് നിന്ന് എങ്ങനെ പുറത്തു പോകുന്ന ഒരു വഴിയില്ല. നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടി എന്താ പറയുക, നമ്മുടെ ഭയങ്കര പ്രശ്നത്തിലാണ് ഇതിനകത്ത് കിടക്കുന്നത്. നമുക്കറിഞ്ഞൂടാ നമ്മൾ എന്തിനാണ് ഇങ്ങനെ നമ്മൾ പണിഷ് ചെയ്യുന്നത്. നമുക്ക് ഓരോ സ്ഥലത്ത് നമുക്കിങ്ങനെ കഷ്ടതകളും ദുഃഖങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് അറിയാൻ പറ്റുന്നില്ല. നമ്മളത് വീണ്ടും എന്താണ് നമ്മളിങ്ങനെ ആലോചിക്കും, എന്താണ് സംഭവിച്ചത്. പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരും, നമുക്കൊരു വയ്യായ്ക വരും, നമ്മളെ കുടുംബത്തിൽ വയ്യായ്ക വരും, എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നൊരു പ്രോബ്ലം വരും. പക്ഷെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇവിടെ എന്താണ് സംഭവിക്കണം എന്നുള്ളത്. നമ്മൾ ആ ഫ്ലോയിൽ ഓക്കെ, നമുക്ക് ഈ ബുദ്ധിമുട്ട് വന്ന് ഉടനെ ഒരു സുഖം വന്നു. നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും നമ്മളിപ്പം എന്ത് പറയാം, നമ്മൾ അമ്പലം കെട്ടിയിട്ട് 2 വർഷത്തിൽ കൂടുതലായി. ഇന്നലെ കെട്ടിയത് പോലെ തന്നെ ഇരിക്കുന്നത് നമുക്ക്. നമ്മൾ ഇതിനു മുന്നേ കുറച്ച് മുന്നേ ഭഗവാന് നമ്മളെല്ലാവരും ചെറിയൊരു വാടക വീട്ടിലായിരുന്നു. അത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത പോലെ നമുക്കിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ അയ്യോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി, അല്ലെങ്കിൽ 10 വർഷമായി, 12 വർഷമായി, ഇന്നലെ കല്യാണം കഴിച്ച പോലെ ഇരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് സമയം പോകുന്ന നമ്മൾ അറിയത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇനിയും സമയമുണ്ട്, നമുക്ക് സമയം വരും. സ്കൂളിൽ പഠിച്ച എന്തെങ്കിലും കോമഡി ആലോചിക്കുമ്പോൾ ഇന്നലെ പഠിച്ച പോലെ ഇരിക്കും നമുക്ക്. അയ്യോ നമ്മുടെ സ്കൂളിൽ കുറച്ച് നാൾ ആയ പോലെ ഒരു ഫീല് വരും നമുക്ക്. ഇതാണ് ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്ന ആ ലൂപ്പിൽ നമ്മളിങ്ങനെ പെട്ടിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവൂല. മഹാരാജ് ഇവിടെ പറയുന്നത് നമുക്കത് എങ്ങനെ മനസ്സിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള സേജസ്, അതായത് സന്യാസിമാര് നമുക്കത് പറഞ്ഞു തരും. എന്താണ്, നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷില് പെട്ടിരിക്കുകയാണ്, നിങ്ങൾ അതിന്ന് പുറത്തോട്ട് വരണം. മഹാരാജ് നമ്മളെ ഫസ്റ്റ് പഠിപ്പിച്ച മലയാളം വാക്ക് എന്തുവായിരുന്നു? പോകേണ്ടതുണ്ട്. എന്താണ്? പോകേണ്ടതുണ്ട്. നീ ഈ ലൂപ്പിലാണ്, നീ ചക്രത്തിലാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് പുറത്തോട്ട് നല്ല സ്പീഡിൽ കറങ്ങുന്ന ഒരു സാധനത്തിനകത്ത് നമ്മൾ പെട്ടുപോയാൽ നമുക്ക് പുറത്തു വരാൻ പറ്റുമോ? അതിനകത്ത് കിടന്ന് കറങ്ങും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അറിയാതെ നമ്മൾ പാത്രങ്ങൾ കഴിയുമ്പോൾ ഉറുമ്പ് അതിനകത്തായിപ്പോ നമ്മളിങ്ങനെ കറക്കൂലേ? അത് കറക്കുന്ന ആള്, കൺട്രോൾ ചെയ്യുന്ന ആൾ അത് പുറത്തോട്ട് എറിഞ്ഞാലേ ആ ഉറുമ്പ് പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര നേരം കറക്കുമോ അത്രയും നേരം ആ ഉറുമ്പ് വെള്ളത്തില് കറങ്ങും. നമ്മൾ പെട്ടെന്ന് ഉറുമ്പിനെ കാണാം, അയ്യോ ഭഗവാൻ ഇത് മരിച്ചു പോലെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഭക്തന്മാര് അതിനെ കളയും. ശരി, ഇവിടെ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് പറഞ്ഞിട്ട് കളയും. ഓക്കെ, അപ്പോ അതുപോലെ നമ്മൾ ഈ ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്ന് മാറണേ ആരെ നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ? ഗുരുക്കന്മാർക്ക് മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിനെല്ലാത്തിനും പുറമെ നമ്മൾ ഓൾറെഡി ലൂപ്പിലാണ്, നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരകത്താണ്. അങ്ങനെ ഇരിക്കുന്നതിന് പുറമെ ഭഗവാൻ നമുക്ക് എന്താണ് തരുന്നത്? വിവിധ ഗുണങ്ങളുണ്ടല്ലോ. എന്ത് പറയാം, നമുക്ക് 3 മോഡ്സ് ഓഫ് നേച്ചർ എന്ന് പറയും. അതിന്റെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വേരിയേഷനുള്ള സ്വഭാവങ്ങൾ ഓൾറെഡി നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അത് ഈ ലോകത്ത് വരുമ്പോൾ ത്രിവിധ ഗുണങ്ങൾ മാത്രമല്ല മഹാരാജ് പറയുന്നത്, അതിന്റെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനുള്ള വേരിയേഷൻസ് നമുക്കുണ്ട്. ആ വേരിയേഷൻ നമുക്ക് എന്താണ്? ആ കോമ്പിനേഷനിൽ നമ്മൾ ഇങ്ങനെ കിടന്ന് നമുക്ക് നല്ല സന്തോഷം വരും, പെട്ടെന്ന് ദുഃഖം വരും. താമസം രാജസം, സാത്വികം. ഈ ഗുണത്തിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് മാറി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ മാറി നമ്മൾ ആ ലൂപ്പിലാണെന്ന് നമ്മൾ അറിയുന്നില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല്, മഹാരാജ് പറയുന്നത്, നമ്മൾ ഈ ബോഡി എടുത്തിരിക്കുന്നതേ നമ്മൾ ഏതോ ഒരു ഗുണത്തിൽ അട്രാക്റ്റഡ്, കഴിഞ്ഞ ജന്മത്തിൽ ഇതിൽ ഏതോ ഒരു ഗുണത്തിൽ അട്രാക്റ്റഡ് ആയതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള ബോഡിയാണ് നമുക്ക് തരുന്നത്, ഭഗവാൻ ഇവിടെ തരുന്നത്. നമ്മൾ ഈ ബോഡിയിൽ ഇവിടെ വന്നിട്ട് നമ്മൾ അടുത്ത് എന്താണ് ചെയ്യുന്നത്? മഹാരാജ് ആ ക്ലാസ്സിൽ പറഞ്ഞത്, സിംഗപ്പൂർ വെച്ച് എടുത്ത ക്ലാസ്സാണ്. അദ്ദേഹം മഹാരാജ് പറയുന്നത്, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം, നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും ഈ ജന്മം ചെയ്യുന്നത് വേറൊന്നുമില്ല, അടുത്ത ജന്മത്തിൽ കിട്ടാനുള്ള ബോഡി കുക്ക് ചെയ്യാണ്. ആ ബോഡി ഇങ്ങനെ കുക്ക് ചെയ്ത് റെഡിയാക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് നിന്ന് അടുത്ത് പോകാനല്ല, നമുക്ക് ഈ ബോഡി വിട്ട് ശരീരം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് പോകാൻ. നമ്മളിപ്പോ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് അടുത്ത ബോഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ സെക്കൻഡും നമ്മൾ അടുത്ത ബോഡിക്കുള്ള സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മജ്ജയും മാംസവും ഇതെല്ലാം വെച്ച് റെഡിയാക്കുന്ന പോലെ നമ്മൾ അടുത്ത ബോഡി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 3ാമത്തെ പോയിന്റ് അതിനകത്ത് പറയുന്നത്, യത് വിഭേദി സ്വയം ഭയം. ഇവൻ ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ ഭയപുരുഷൻ പോലും ആ നാമത്തില് ഭയപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മളപ്പോ നമ്മളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ എന്തുമാത്രം ഭയപ്പെടുമായിരിക്കും. നമുക്ക് പിന്നെ ഗുരു ശിഷ്യ പരമ്പരയിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ള നമുക്കറിയാം, ഭഗവാനെ ഭയപ്പെടാനുള്ള ആവശ്യം, ഭഗവാനെ നമ്മൾ സ്നേഹിക്കണം, പ്രേമഭക്തിയാണ് നമുക്ക് ആവശ്യം, ഭഗവാന്റെ ഡെയിലി സേവ ചെയ്യണം. നോർമലി ഒരാളിന്റെ ആവശ്യം ആലോചിച്ച് നോക്ക്.
അമ്പലത്തിൽ പോയി എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും തെറ്റ് ചെയ്ത് എന്തുമാത്രം പേടിക്കും അവര്. വലിയ വലിയ പേടിക്കുന്ന രാക്ഷസന്മാരെ വരെ ഭഗവാൻ ഈസി ആയിട്ടാണ് കൊന്നുകളഞ്ഞത്. അപ്പോ നമ്മൾ വളരെ നിർഭാഗ്യവശവരാണ്. നമുക്ക് എന്താണ് നമ്മുടെ ഈ നാമത്തിന്റെ ഗുണം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത്രയും പവർഫുൾ ആണല്ലോ ഭഗവാന്റെ നാമം. അത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ശ്രദ്ധയില്ലാതെ ജപിക്കുകയാണ്. അത് നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ ഇൻക്ലൂഡിങ് ആണ് ഞാൻ പറയുന്നത്. മഹാരാജിന്റെ ഈ ഓരോരോ റിയലൈസേഷനും ക്ലാസ്സും നമുക്ക് എല്ലാവർക്കും പ്രചോദനം തരട്ടെ. എന്താണ് നമ്മൾ ഇനി ജപിക്കുമ്പോൾ ഹൃദയത്തിൽ തട്ടി ഭഗവാനെ ജപിക്കുക. ഒരു മാലയെങ്കിൽ ഒരു മാല അത് ഭഗവാനെ ഹൃദയത്തിൽ തട്ടി ആ 108 മുത്തും നമുക്ക് എങ്ങനെ ഭഗവാനെ സ്മരിച്ച് ജഗന്നാഥ, കൃഷ്ണ, ഗൗരനിത്യായ, ചൈതന്യമഹാപ്രഭു, എനിക്ക് ഇതിലോട്ട് ഭക്തി വരണേ, ഇതെനിക്ക് മനസ്സിലാക്കാൻ പറ്റണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജപിക്കാൻ നോക്കുക. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും ശ്രമിക്കുക ഭഗവാന്റെ നാമം വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ജപിക്കാൻ പറ്റട്ടെ എന്നുള്ളത്. അപ്പോൾ എന്താണ് പറ്റുന്നത്? നമ്മൾ ഹെൽപ്ലെസ്ലി ഒരു ഇത് നമ്മൾ എന്ത് പറയും, ഒരു ചില സിറ്റുവേഷനിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഭഗവാന്റെ നാമം വിളിക്കുകയല്ലാതെ വേറെ ഓപ്ഷൻ നമുക്കറിയാം. നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഇനി ഒന്നും ചെയ്യാനില്ല, വലിയൊരു പ്രശ്നത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഹെൽപ്ലെസ്ലി ഒരു ആരും നമ്മളെ സഹായിക്കല്ലാതെ ജഗന്നാഥന്റെ അടുത്ത് പ്രാർത്ഥിക്കുക, കൃഷ്ണന്റെ അടുത്ത് പ്രാർത്ഥിക്കുക, ഭഗവാനെ അങ്ങല്ലാതെ എനിക്ക് വേറെ ആരും ആശ്രയമില്ല. എങ്ങനെയാണ് പാഞ്ചാലിയൊക്കെ ഭഗവാനെ വിളിച്ചത്? 2 കൈയും, ഇനി എന്നെ രക്ഷിക്കാൻ ആരുമില്ല. എങ്ങനെയാണ് ഓരോരുത്തരും ഓരോ ഭക്തന്മാരും ഭഗവാനെ വിളിച്ചത്? അതുപോലെ നമ്മളും വിളിക്കുക. അപ്പൊ ഇതൊരു നമുക്കൊരു ലേണിംഗ് ആയിട്ട് മാറും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എല്ലാവരും ഇതൊരു ലേണിംഗ് ആയിട്ട് മാറ്റട്ടെ. അത് അടുത്ത് കഴിഞ്ഞ് 4ാമത്തെ പോയിന്റ് മഹാരാജ് പറയുന്നത് നമ്മുടെ ലൈഫ് വളരെ സിമ്പിൾ ആക്കുക. ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, വളരെ സിമ്പിൾ ആക്കുക. കഴിക്കുന്ന ആഹാരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ആഹാരം കഴിക്കുക. ധരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, മഹാരാജ് പറയുന്നത് ധോത്തി, സിമ്പിൾ ധോത്തി നിങ്ങൾ എടുത്തോ, കുഴപ്പമില്ല. ആ രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ മഹാരാജ് പറയുന്നു. ലൈഫിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ഭാഗവതം പ്രാക്ടീസ് ചെയ്യാമെന്ന് മഹാരാജ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഹാപ്പി റിട്ടയർമെന്റ് എല്ലാവരും പ്ലാൻ ചെയ്യുക. ഹാപ്പി റിട്ടയർമെന്റ് എങ്ങനെയാണ്? നിങ്ങളുടെ ആരോഗ്യമുള്ള സമയം എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാന് വേണ്ടി കൊടുക്കുക. ഇപ്പൊ നമുക്ക് ആരോഗ്യമുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന് വേണ്ടി കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് പറ്റും? റിട്ടയർമെന്റ് ലൈഫും ഭഗവാന്റെ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭഗവാന്റെ നാമങ്ങളും ഗുണങ്ങളും ലീലകളും പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. ഈവൻ നമ്മൾ ഡെത്ത് ബെഡിലായാൽ കൂടി നമുക്ക് എന്താണ്? നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. ഇപ്പൊ പലർക്കും അറിയാം, പല സ്ഥലത്തും പല രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലും എല്ലായിടത്തും കാണാം, റിട്ടയർ ആളുകൾ വയസ്സായി കഴിഞ്ഞാൽ മക്കൾക്കും ചെറുമക്കൾക്കും ആർക്കും വേണ്ട, പോണ പോക്കിൽ മക്കൾ ഇടി കൊടുക്കും, ചെറുമക്കൾ കുത്തു കൊടുക്കും. അവരത് സന്തോഷമായിട്ടാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ കുറെ കണ്ടില്ല, സീരിയസ്ലി ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും വിഷമം വരും. ഞാൻ കഴിഞ്ഞ ദിവസം ദുർഗ മാതാജിയോട് ചോദിച്ചപ്പോ ടെൻഷൻ കാരണം ഒരാള് വന്നിരിക്കുന്നു ഹോസ്പിറ്റലിൽ. അപ്പൊ മാതാജി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സംസാരിക്കുമ്പോ മക്കളുണ്ട്, 3 മക്കളുണ്ട്, എല്ലാരും കല്യാണം കഴിച്ചു, കുട്ടികളെ നോക്കണം, വീട്ടിലെ ജോലിയെല്ലാം ചെയ്യണം, എവര് സമയത്ത് പോവും വരും, അവർ ട്രിപ്പ് പോകും, ടൂർ പോകും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവരെ ഏൽപ്പിച്ചിട്ടു. ഇതിന് പുറമെ ഒരു നായയും കൂടെ വാങ്ങിച്ചു കൊടുത്തു, ഒരു ഡോഗിനെ കൂടെ വാങ്ങിച്ചു, ആ പട്ടിയും കൂടെ നോക്കണം. അപ്പൊ ടെൻഷൻ. അവര് ടൂർ പോയിട്ട് മക്കള് വിളിച്ച് ചോദിക്കുകയാണ്, വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോൾ അമ്മ എടുത്തപ്പോ ഫസ്റ്റ് ചോദിക്കുന്നത് എന്താണെന്നറിയോ? പട്ടി എവിടെയെന്നാണ് ചോദിക്കുന്നത്. അമ്മ കഴിച്ചോ, സുഖമായിരിക്കുന്നു എന്നൊന്നും അല്ല അവർ ചോദിച്ചത്. ഈ ലോകം എങ്ങനെയാണ്? ഇങ്ങനെ പോകുള്ളൂ. നമ്മൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ഇങ്ങനെ കിടന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ കൊച്ചിൽ നിന്നൊക്കെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഈ മന്ത്രവാദിനികളുടെ കൂടാരത്തിൽ പോയി കഴിഞ്ഞാല് നമ്മൾ അവരെ ലോകത്തായിപ്പോ അവര് തരുന്ന ഫ്രൂട്ട്സ്, നല്ല ജ്യൂസ്, ഇതൊക്കെ കുടിച്ചിട്ട് നമ്മൾ ചിരിച്ചും സന്തോഷിച്ചും അവരുടെ ലോകത്ത്, മായാലോകത്ത് ഇങ്ങനെ നമ്മൾ അങ്ങനെ നടക്കും. നമ്മൾ അറിയില്ല, സമയം പോകുന്ന അറിയില്ല, വർഷങ്ങൾ പോയാലും നമ്മൾ അറിയില്ല. പക്ഷെ എപ്പോഴെങ്കിലും ആരെങ്കിലും വന്നിട്ട് നമ്മളെ കഥയിൽ രാജകുമാരൻ രക്ഷിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മൾ രക്ഷിക്കാൻ വരുന്നതാണ് ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്ന ബോണഫൈഡ് ആയിട്ടുള്ള സ്പിരിച്വൽ മാസ്റ്റർ. ഏതെങ്കിലും വൈഷ്ണവന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം കേട്ടു, നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട് പ്രഭുപാദ് ലോകം മുഴുവൻ ഹരിനാമം പ്രചരിപ്പിച്ചപ്പോ അത് കേട്ട് ഏതോ ഒരു ഭക്തൻ നമ്മളുടെ പറഞ്ഞു, വന്ന് ജപിക്ക്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു പറഞ്ഞപ്പോ നമ്മൾ ജപിക്കാൻ തുടങ്ങി, ഡിവോട്ടീസുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി, പ്രഭുപാദിന്റെ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി, ഭഗവാന്റെ സേവ ചെയ്യാൻ തുടങ്ങി. പതുക്കെ നമ്മൾ കൃഷ്ണ കോൺഷ്യസ്നസിലോട്ട് വരാൻ തുടങ്ങി, ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിലോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലത്തിലാണ്. നേരത്തെ പറഞ്ഞല്ലോ, മന്ത്രവാദിനിയുടെ കയ്യിൽ എങ്ങനെയാണോ അകപ്പെട്ട് നമ്മൾ വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി, നമ്മൾ അതിനകത്ത് തന്നെ ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം കഴിച്ച് തരുന്നത് എന്തായിരിക്കും? പുഴു വരുന്ന ആപ്പിൾ ആയിരിക്കും തരുന്നത്. പക്ഷെ നമുക്ക് എന്താണത്? ഭയങ്കര ടേസ്റ്റ് ഉള്ള ആപ്പിളാണ്. കുടിക്കാൻ തരുന്ന ഓടയിലെ വെള്ളം, എലിച്ചെത്ത് കിടക്കുന്ന വെള്ളമായിരിക്കും നമുക്ക് തരുന്നത് ആ മന്ത്രവാദിനി. പക്ഷെ നമുക്ക് എന്താണത്? ഭയങ്കര
ഭയങ്കര ടേസ്റ്റുള്ള പായസവും ജ്യൂസും ആയിട്ട് എനിക്ക് തോന്നുന്നത്. എപ്പോഴാണോ നമ്മൾ മനസ്സിലാക്കുന്നത്, ഗുരുക്കന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതല്ല സത്യം, ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത് പ്രോബ്ലം ആണ് എന്ന് ഒരു സ്റ്റെപ്പ് നമ്മൾ പുറകോട്ട് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കറങ്ങി നമ്മൾ കഷ്ടപ്പെടുന്നതല്ല. ഭാഗവത ജ്ഞാനം കിട്ടുമ്പോൾ എപ്പോഴാണോ നമ്മൾ സബ്മിസീവ് വിനയത്തോടു കൂടി ആഗ്രഹത്തോട് ഭാഗവതം കേൾക്കുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇത് നമ്മുടെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. അടുത്ത് മഹാരാജ് പറയുന്നത് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, സ്റ്റഡി ആൻഡ് റിയലൈസ് ദ ഡേഞ്ചർ വി ആർ ഇൻ. ഇത്രയും വലിയ പ്രോബ്ലത്തിലാണ്, വളരെ വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്, വളരെ ഒരു പ്രശ്നത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് സമയമില്ല. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്, വർഷങ്ങൾ നമ്മളിങ്ങനെ ഉറങ്ങി പോവുകയാണ്. നമ്മൾ സാധാരണ ഉറങ്ങുന്ന ഉറക്കമല്ല മഹാരാജ് പറയുന്ന. നമ്മുടെ ലൈഫിൽ തന്നെ ഭഗവാനെ പറ്റി അറിയാതെ, ഭഗവാനെ പറ്റി മനസ്സിലാക്കാതെ ഉറങ്ങണം. ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സാധാരണ ഉറക്കമുണ്ട്, ഡീപ്പ് സ്ലീപ്പും ഉണ്ട്. ഡീപ്പ് സ്ലീപ്പ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? സാധാരണ ഉറക്കം, ഡീപ്പ് സ്ലീപ്പ്. ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ അതികാഠിന്യമായ ഉറക്കം, ചവിട്ടിയെ പോലെ നമ്മൾ എഴുതിക്കൂല. അങ്ങനെ കുറച്ച് സമയങ്ങൾ മാത്രമേ നമുക്ക് ഉറക്കം കിട്ടാറുള്ളൂ. അതും കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഡീപ്പ് സ്ലീപ്പ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ സ്വപ്നവും കാണും. ഉറക്കം, കാഠിന്യമായ ഉറക്കം, അതിലും സ്വപ്നം. നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിൽ നിന്ന് അഴിക്കും, സ്വപ്നം മാറും, എന്നാലും ഡീപ്പ് സ്ലീപ്പിലായിരിക്കും. ഡീപ്പ് സ്ലീപ്പ് മാറിയാൽ ചെറിയ ഉറക്കത്തിലായിരിക്കും. ഇൻ കേസ് നമ്മൾ എഴിച്ചെന്ന് വെച്ചോ, വീണ്ടും നമ്മൾ ആ ഉറക്കത്തിലായിരിക്കും. ഇത് പറയുന്നത് നമ്മുടെ ഡെയിലി ഉള്ള ഉറക്കത്തിനെ പറ്റിയല്ല മഹാരാജ് പറയുന്നത്, നമ്മുടെ കണ്ടീഷനാണ്. നമ്മൾ ഈ ചക്രത്തിൽ ഇങ്ങനെ ഇൻ കേസ് നമ്മൾ പുറത്തു വരെ നോക്കിയാൽ വീണ്ടും നമ്മൾ കുഴഞ്ഞതിലോട്ടൊന്ന് വീഴും. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സീരിയസ് ആയിട്ട് ഭഗവാന്റെ ഹരിനാമം നമ്മൾ ജപിക്കണം. ഹരിനാമം ജപിച്ചാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജപിച്ചാൽ കൂടി അതിന് ഫലം കിട്ടും. ഇത് ചൈതന്യ ചരിതാമൃതത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. അന്ത്യലീലയിൽ 3:53 മഹാപ്രഭുവും ഹരിദാസ് ഠാക്കൂറും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ ആണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെ, ഇപ്പം നോക്കി കഴിഞ്ഞാൽ കലിയുഗത്തില് ആളുകൾ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? പശുവിനെ കൊല്ലുന്നു, ബ്രാഹ്മണിക്കൽ കൾച്ചറിനെ തന്നെ കൊല്ലുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരാൾ ഇനി അങ്ങോട്ട് അങ്ങനെയാണ്. ഇനി 514 വർഷങ്ങൾക്ക് മുന്നേ ചൈതന്യ മഹാപ്രഭുവും ഹരിദാസ് ഠാക്കൂറും ഡിസ്കസ് ചെയ്ത കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അങ്ങോട്ട് പോകുന്ന നേരത്ത് ഇനിയും മോശമായിരിക്കും. അപ്പൊ ഇവരെങ്ങനെ രക്ഷപ്പെടും എങ്ങനെന്നുള്ള സംസാരിക്കണം. അപ്പൊ ഹരിദാസ് ഠാക്കൂർ തന്നെ നാമത്തിന്റെ ചാൻഡിങ്, ഹോളി നെയിം ചാൻഡ് ചെയ്യുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള ഹരിദാസ് ഠാക്കൂർ തന്നെ പറയുന്നുണ്ട്, എന്താണ് അറിയാതെ പോലും ആളുകള് നാമം ജപിച്ചാൽ അതിന് ഫലം കിട്ടുമെന്ന് പറയുന്നത്. ഈ പോയിന്റിനിടയ്ക്ക് ഈ ക്ലാസ് ഈ 22 സെപ്റ്റംബർ 2009 കൃഷ്ണ കിങ്കര ദാസാനുദാസ എന്ന് പറഞ്ഞ ഒരു പ്രഭു എഴുതിയ ഒരു ഗ്രന്ഥരാജനുണ്ട്. അതിനകത്ത് വന്നിട്ട് അതേ ഒരു പോയിന്റ് പറയാനുണ്ട്. ഒരു തവണ സമയാവാറെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. ഒരു തവണ ഒരു മുസ്ലിം ആള് വന്നിട്ട് കാട്ടിലൂടെ നടന്നു വരികയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് നേച്ചേഴ്സ് കോൾ വരും. അതായത് അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകണം. പണ്ടൊക്കെ സൗകര്യമൊന്നുമില്ലല്ലോ, കാട്ടിൽ തന്നെ പോകും. കാട്ടിൽ പോകുമ്പോൾ എന്താണ് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹം കാട്ടിലോട്ട് പോവുകയാണ്. ശൗചാലയം ഒന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഈ വേസ്റ്റ് കളയണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോവുകയാണ്. പോകുമ്പോൾ എന്ത് പറ്റും? കാട്ടിൽ വന്യമൃഗങ്ങളുണ്ടാവും. അവിടെ എന്തുണ്ടാവും? ബോറുണ്ടാവും, കാട്ടുപന്നി ഉണ്ടാവും. കാട്ടുപന്നിയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എത്ര പേർക്ക് അറിയാന്ന് അറിയില്ല. അതിന് കൊമ്പുണ്ടാവും, ഇങ്ങനെ ഭയങ്കര പവർഫുൾ ആണ്. അത് വലിയ വലിയ ജീവികളവരെ ഓടി വന്ന് ഇടിച്ച് തെറിപ്പിക്കും. അത് കൊമ്പുകൊണ്ട് കുത്തി കൊന്നുകളയും. അത് ഭയങ്കര പവർഫുൾ ആണ്. കാണാൻ കുറച്ചുകൂടെ ചിലപ്പോൾ വലിയ സൈസും ഉണ്ട്. ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇയാള് വന്നിരിക്കണത് ആ കാട്ടുപന്നി ദൂരന്നേ ഓടി വരെയാണ്. ഇത് കണ്ട് വെപ്രാളപ്പെട്ട് തുണിയൊന്നും എടുക്കാതെ അതേ കണ്ടീഷനിൽ പുള്ളി ഓടയാണ്. ഓടാൻ നേരത്ത് ഇതേ ദേഷ്യം കൊണ്ട് എന്തൊക്കെ ചീത്ത വിളിക്കാൻ പറ്റുമോ അതെല്ലാം പന്നിയെ വിളിക്കുകയാണ്. എടാ മഹാഭാവി, എന്നെ വിടടാ, എനിക്ക് തുണി പോലും ഇല്ലടാ, എന്നെ രക്ഷിക്കടാ, ആരുമില്ലേ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ചീത്ത വിളിക്കാൻ പറ്റുമോ ആ മനുഷ്യൻ ചീത്ത വിളിക്കുകയാണ്. തിരിഞ്ഞു നോക്കുന്നു, ഓടുന്നു, തുണിയും ഇല്ല. ഓടി രക്ഷപ്പെടാനും ഓടി അവസാനം ഒരു തേര് കാണും, തേരിലോട്ട് കയറി. അത് ഓടി ചെല്ലുന്ന എവിടെയാണ്? വലിയൊരു മലയുടെ ക്ലിഫിലാണ്. മലയുടെ ക്ലിഫ് എന്ന് പറയുന്നത് മലയുടെ മുകളുടെ സൈഡിൽ മല ഇങ്ങനെ വെട്ടി മുറിച്ചിരിക്കില്ല, അതുപോലത്തെ സ്ഥലത്താണ്. ഇതവിടെ നിന്ന് ഇങ്ങനെ ഓടി വരെയാണ്. പുള്ളിക്ക് ഉറപ്പായി എന്തായാലും ഇതിന് 1-2 കുത്ത് കിട്ടി ഈ ഓട്ടത്തിനിടയ്ക്ക്. അത് ഭയങ്കര പവർഫുൾ ആണല്ലോ. വേദന സഹിക്കാൻ വയ്യാതെ ഇയാൾ എന്ത് ചെയ്യും? ഇനിയെല്ലാം മരണം. പൊതുവേ പന്നി എന്ന് പറയുന്ന നേരത്ത് ഹറാമാണ്. പുള്ളി എന്ത് പറയും? ഹറാം ഹറാം എന്ന് പറഞ്ഞിട്ട് എടുത്ത മലയുടെ മുകളിൽ ഒറ്റ ചാട്ടം. ഇതിങ്ങനെ ചാടി ആ പുള്ളി തറയിലൊന്ന് വീഴുന്നു, പൊട്ടിച്ചെതറി അപ്പോഴും മരിക്കുകയാണ്. അപ്പൊ ഇത് വളരെ ദൂരന്ന് ഒരു ബ്രാഹ്മണൻ ഇതെല്ലാം കാണുന്നുണ്ട്.
അദ്ദേഹം ഗുരുശിഷ്യ പരമ്പരയൊക്കെ വരുന്ന ആളാണ്. അദ്ദേഹം വന്നിട്ട് കുറച്ച് സ്പിരിച്വൽ എലിവേറ്റഡ് ആളാണ്. അദ്ദേഹം ഇത് കണ്ടിട്ട് അദ്ദേഹം നോക്കുന്ന നേരത്ത് ഇത്രയും സംഭവം നടന്ന് അൺക്ലീൻഡ് ആണ്, ആള് ക്ലീൻ അല്ല, വൃത്തികേടായിരിക്കുകയാണ്, ഭഗവാന്റെ നാമങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പുള്ളി പറഞ്ഞത് എന്താണ്? ഹറാം എന്നാണ് പറഞ്ഞത്. ഹറാമാണെന്ന് പറഞ്ഞ് അതിന്ന് വീഴുന്ന് തെറ്റി വീഴുന്ന് താഴെ ചാടി മരിച്ച്. പക്ഷേ ഒരു ശക്തി, ഒരു അദ്ദേഹത്തിന്റെ സോള് വന്നിട്ട് ഭയങ്കര സ്ഫുലിംഗമായിട്ട് വന്നിട്ട് തിരിച്ച് വൈകുണ്ഠത്തോട്ട് പോവുകയാണ്. ഇതേ അത് കാണുകയാണ്. അപ്പൊ അദ്ദേഹം ആ മെയിലിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ബ്രാഹ്മണൻ ഇത് കണ്ട് കൺഫ്യൂസ്ഡ് ആയി, വിഷ്ണുദൂതന്മാർ വന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ട് അദ്ദേഹത്തിന് ഗുരുമഹാരാജന്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. ഇതെങ്ങനെ നടക്കും? ക്ലീൻഡ് അല്ല ആള്, ഭഗവാന്റെ നാമം ജപിക്കുന്നില്ല, പക്ഷേ ഹറാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഗുരുമഹാരാജ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, ഭഗവാൻ വളരെ വിജിലന്റ് ആണ്, ഭഗവാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നത്. ആര് എന്റെ നാമം എവിടെ എപ്പോ പറയുന്നു, അത് നാമാഭാസമായാലും ഭഗവാന്റെ നാമം അറിഞ്ഞോ അറിയാതെ കൂടി പറഞ്ഞാലും, ഹറാം എന്ന് പറഞ്ഞത് ഭഗവാൻ എന്തായിട്ട് എടുത്തു? ഹാ റാം, അല്ലയോ രാമചന്ദ്ര എന്ന് എടുത്തിട്ട് അദ്ദേഹത്തിന് മോക്ഷം കിട്ടും എന്നാണ് പറയുന്നത്. ഭഗവാൻ അപ്പോഴും ക്യാച്ച് ചെയ്യുന്നാണ് പറഞ്ഞത്. നമ്മളെ പോലല്ല. ഭഗവാന്റെ നാമം എവിടെ കേട്ടാലും, നമ്മൾ ഉറങ്ങി ജപിച്ചാലും ഭഗവാൻ കേൾക്കും. ആ, എന്റെ നാമം ജപിക്കുന്നു, എന്റെ നാമം ഭഗവാൻ കൂടെ വന്നിരിക്കും നമ്മളെ അടുത്ത്. ഇപ്പൊ ഹരിദാസ് ഠാക്കൂർ ഇവിടെ പറയുന്നത്, അപ്പൊ അദ്ദേഹത്തിന് ഗുരു ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഹരിദാസ് ഠാക്കൂർ അദ്ദേഹത്തിന്റെ ആ മെയിലിൽ പറയുന്നുണ്ട്, ഹരിദാസ് ഠാക്കൂറും ചൈനമഹാപ്രഭുവും തമ്മിൽ സംസാരിക്കാൻ നേരത്ത് പറയുന്നുണ്ട്, നാമാഭാസമായാലും ഇവിടെ എന്താണ്, ഈ പശുവിനെ കൊല്ലുന്നവരും പശുവിനെ ഭക്ഷിക്കുന്നവരും അത് വളരെ അധപതിച്ചു പോയാൽ കൂടി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാന്റെ നാമം ഭഗവാൻ നാമമായിട്ട് എടുക്കും. അതിനകത്ത് രാമൻ എന്നുള്ള നാമമുണ്ട്. ഹാ റാം എന്ന് പറഞ്ഞാലും അതിനകത്ത് ഭഗവാന്റെ നാമമുണ്ട്, രാമന്റെ നാമമുണ്ട്. അത് ഭഗവാൻ സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ഇത് ആര് പറയുന്നതാണ്? ഹരിദാസ് ഠാക്കൂർ പറയുന്നതാണ്. അന്ത്യലീല 3:53 ഇതിനകത്ത് അങ്ങനെയാണ് ആ മെയിലിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഭാഗവതം 4:6-25-45 പറയുന്നുണ്ട്, അജാമിളൻ എങ്ങനെയാണ് മോക്ഷം കിട്ടിയത്? നാരായണ എന്ന് വിളിച്ച്. ഭഗവാനാണോ വിളിച്ചത്? അല്ല, കുഞ്ഞിനെയാണ് വിളിച്ചത്. എന്ത് സംഭവിച്ച്? വിഷ്ണുദേവന്മാരൊന്ന് കൊണ്ടുപോയി. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചാലും ഫലം ഉണ്ടാവും. അത് നാമം അല്ലെങ്കിലും നാമം വരുന്ന വാക്കായാലും ഫലം ഉണ്ടാവുമെന്ന് ഹരിദാസ് ഠാക്കൂർ പറയുന്നു. ഇത്രയും വലിയ പുണ്യം ചെയ്ത പരമ്പരയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഹരിനാമം ജപിക്കുക. ആ നാമത്തിന്റെ പവർ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഹരേ കൃഷ്ണ ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാമ രാമ ഹരേ ഹരേ. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു ലെറ്റർ ദേവാനന്ദ എന്ന് പറഞ്ഞ ഒരു ഭക്തന് പ്രഭുപാദ് എഴുതുന്ന ഒരു ലെറ്റർ ഉണ്ട്. എഴുതിയിരിക്കുന്നത് 1968 ഡിസംബർ 23 എഴുതിയിരിക്കുന്നത്. നമ്മുടെ പ്രയർ നമ്മൾ ഭഗവാന്റെ അടുത്ത്, ജഗന്നാഥന്റെ അടുത്ത്, കൃഷ്ണന്റെ അടുത്ത്, ബലരാമന്റെ അടുത്ത്, സുഭദ്രാദേവിയുടെ അടുത്ത്, ഗൗർനിത്യാരുടെ അടുത്ത്, നമ്മൾ രാധാറാണിയുടെ അടുത്ത് എല്ലാം പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു കാര്യം, മൈ ഡിയർ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, പ്ലീസ് റിമൈൻ മീ ടു ഓൾവേസ് സ്റ്റാൻഡ് യുവർ ഹോളി നെയിം. ഭഗവാനെ എപ്പോഴും അങ്ങയുടെ നാമം ജപിക്കാനായിട്ട് എന്നെ ഓർമ്മിപ്പിക്കണേ, എന്നെ അത് ഓർമ്മിപ്പിക്കണേ. പ്ലീസ് ഡു നോട്ട് പുട്ട് മീ ഇൻ ടു ഫോർഗറ്റ്ഫുൾനെസ്. എന്നെ മറവിയിലേക്ക്, എന്നെ ദയവ് ചെയ്ത് കൃഷ്ണ ജഗന്നാഥ, എന്നെ ദയവ് ചെയ്ത് മറവിയിലേക്ക് എന്നെ തള്ളിയിടരുത്. എനിക്ക് അങ്ങയുടെ നാമം എപ്പോഴും എനിക്ക് ജപിക്കാൻ പറ്റും. എനിക്ക് അങ്ങയുടെ നാമം എനിക്ക് മറന്നുപോലെ, എനിക്ക് ഫോർഗറ്റ്ഫുൾനെസ് വരല്ലേന്ന് പ്രഭുപാദ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് അങ്ങനെ ചെയ്യണേ. എന്നിട്ട് എന്താണ് പറയുന്നത്? ഭഗവാനെ അങ്ങ് വന്നിട്ട് എന്റെ ഉള്ളില്, എന്റെ ആത്മാവിന്റെ കൂടെ പരമാത്മാവായിട്ട്, സൂപ്പർ സോളായിട്ട് അങ്ങ് എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് എന്ത് പറ്റും? എന്നെ ഭഗവാന്റെ നാമം ജപിപ്പിക്കാനായിട്ട് അങ്ങ് എനിക്ക് സഹായിക്കാൻ പറ്റും. അങ്ങേക്ക് ദൈവം ചെയ്ത് കൃഷ്ണ, ഭഗവാനെ, ജഗന്നാഥ, ബലദേവ്, സുഭദ്രാമായ, സുദർശൻ ചക്ര, ഗൗർനിത്യായ എല്ലാവരും, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് പ്രാർത്ഥിക്കുക. അല്ലയോ കൃഷ്ണ, അങ്ങയുടെ നാമം എന്നെ എപ്പോഴും ജപിക്കാനായിട്ട് എന്നെ ഓർമ്മിപ്പിക്കണമേ. അല്ലയോ കൃഷ്ണ, അങ്ങ് എന്നെ ഒരിക്കലും അങ്ങയുടെ നാമം മറക്കാനുള്ള ഒരു അവസരം തരല്ലേ, എന്നെ ഫോർഗറ്റ്ഫുൾനെസ്സിന് മാറ്റല്ലേ. അല്ലയോ കൃഷ്ണ, ഭഗവാനെ, ജഗന്നാഥ, അങ്ങ് പരമാത്മാവായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ദയവായി അങ്ങ് എന്ത് ചെയ്യണം? എന്നെ ഹരിനാമം ജപിക്കാനായിട്ട് എന്നെ ഓർമ്മിപ്പിക്കണമേ. എന്താണ്? ഈവൻ യു സെൻഡ് മീ ടു ഹെൽ, ഭഗവാനെ അങ്ങ് എന്നെ നരകത്തിലേക്ക് അയച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇറ്റ് ഡസന്റ് മാറ്റർ, എനിക്ക് പ്രശ്നമില്ല.
just so long so long as I can always stand Hare Krishna. ഭഗവാൻ അങ്ങനെ നരകത്തിൽ വിട്ടാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അങ്ങയുടെ നാമം ജപിക്കാൻ പറ്റണേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും, നമ്മൾ ഈ ക്ലാസ്സെല്ലാം നമ്മൾ ഭാഗവത ഡിസ്കഷൻ ആണ്, എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് ഭഗവാന്റെ നാമം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന്, മൈൻഡിൽ നിന്ന്, നമുക്ക് എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടായാലും നമുക്ക് ഭഗവാന്റെ നാമം മാത്രം നമുക്ക് മറക്കാൻ പറ്റുന്നത്. ഏത് വിവേദി സ്വയം ഭയം. നമ്മൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ഭഗവാന്റെ നാമം ജപിച്ചാലും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മാറിപ്പോവാൻ പറ്റും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്തെങ്കിലും മഹാരാജ് ഒരിക്കൽ പറയണ്ടേ? ആരോഗ്യമുള്ളപ്പോ ഭഗവാനെ നമ്മൾ സേവിക്കണം. ഓക്കെ. ഏറ്റവും ഭയമുള്ള സമയമാണ് വാർദ്ധക്യം. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഈ യൗവനം ഇപ്പൊ നമുക്ക് ഭഗവാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മുടെ കാര്യം ഭഗവാൻ നോക്കിക്കൊള്ളുന്ന ഗുരുമഹാരാജ് അദ്ദേഹം പറഞ്ഞത് യേതുശേഷ പ്രഭു ഒരു പോയിന്റ് എടുത്ത് പറഞ്ഞാണ്, യൗവനം നമ്മൾ ഭഗവാന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡും ഭയമുള്ള സമയമാണ് വാർദ്ധക്യം. നമ്മൾ ആരോഗ്യം പോകും, ബാക്കിയുള്ള പ്രോബ്ലം എല്ലാം വരും. അപ്പോ ഭഗവാൻ നമ്മൾ നോക്കിക്കൊള്ളുന്നതാണ് യേതുശേഷ പ്രഭു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മഹാരാജ് പറഞ്ഞ വാക്കുകളാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. இப்போதைய செல்வியின் அரங்கமான ஆராயனாயிருந்தோம் நாமத்தை சொல்லு. எப்ப எந்த காலத்திலையும் எந்த முடியாத കാലത്തിൽ கூட അത് നാമം ഹരിനാമം ജപിച്ചാലോ. പുതിയൊരു ഡിവോട്ടി വന്നു. പ്രഭുവിന്റെ പേരെങ്ങനെയാണ്? സൂര്യനാരായണൻ എന്ന് പറഞ്ഞ പ്രഭുവിടെ ഉണ്ട്. അദ്ദേഹം ആദ്യമായിട്ടാണ് വന്നത്. അദ്ദേഹം പറയുന്ന ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രോബ്ലം അല്ലെ, പറ്റാത്ത കാലത്തിലും ഭഗവാൻ, നമ്മളെ കൊണ്ട് പറ്റാത്ത കാലത്തിലും ഭഗവാൻ വന്നിട്ട് നമ്മൾ രക്ഷിക്കും. ഭഗവാൻ നമുക്ക് നാമം ഓർമ്മിപ്പിച്ച് തരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അറിയാന്നുള്ളതാണെങ്കിൽ നമുക്കിപ്പോ ഡിസ്കസ് ചെയ്യാം. അറിഞ്ഞുകൂടാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീനിയർ ഡിവോട്ടീസിനെ ചോദിച്ചിട്ട് അതിന് ആൻസർ നോക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വളരെ മനോഹരമായ ക്ലാസ്. ആസ്വദിഷ്യൻ. വളരെ നന്ദി പ്രഭുജി. സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാനിപ്പോ ഭഗവാന്റെ ദർശനത്തിലോട്ട് പോവാം. श्रील प्रभुपाद की जय. प्रभु लाइट. हरे कृष्ण. हरे कृष्ण. प्रभु ഹരേ കൃഷ്ണ. എല്ലാവരും ഭഗവാന്റെ ദർശനം എടുക്കുക. ഇന്ന് 13-14 ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ നമ്മള് വളരെ വിനയത്തോടു കൂടി, വളരെ ശ്രദ്ധയോടുകൂടി ഗുരുശിഷ്യ പരമ്പരയിൽ എല്ലാവരെയും റെസ്പെക്ട്ഫുള്ളി നമ്മൾ എപ്പോഴും ചിന്തിച്ച് അവരെ വിശ്വസിച്ച് നമ്മൾ ഹരിനാമം ജപിക്കുക. അറിഞ്ഞോ അറിയാതെയോ ജഗന്നാഥ്, ബൽദേവ്, സുഭദ്രാമായുടെ നാമങ്ങൾ ജപിക്കുക. ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. നമ്മളപ്പം വളരെ നല്ല രീതിയിൽ നാമം ജപിക്കുക, ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. പ്രഭാത് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ഭഗവാനെ മറവി മാത്രം വരല്ലേ, ഭഗവാന്റെ നാമം എപ്പോഴും ഓർമ്മ വരണേ. നമുക്കിതല്ലാതെ വേറെ ബിസിനസ് ഇല്ല. ഹരേ കൃഷ്ണ. നമുക്ക് നരകത്തിൽ പോയാലും ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി എന്ന് നമ്മൾ എപ്പോഴും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. സമയമായി. പ്രഭു കട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ.